പ്രിയമുള്ളവരെ, കർത്താവ് ധാരാളമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ നമ്മുടെ ഉണ്ണിരാജ് പാസ്റ്ററുടെ വീട്ടിലാണ് നിൽക്കുന്നത്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇവരുടെ മോളുടെ പഠനത്തിന് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റി. എന്നാൽ ശാരീരികമായ മറ്റു ചില പ്രശ്നങ്ങൾ ഇപ്പോൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊരു വിഷയം. സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും എനിക്ക് സന്തോഷമുണ്ട്. കാരണം കുഞ്ഞിൻ്റെ ഫീസ് മുഴുവൻ അടച്ചു തീർക്കാൻ മൊത്തം 6,14,000 രൂപ ലഭിച്ചു. കുഞ്ഞിൻ്റെ ഫീസ് എത്ര അടച്ചു? 4,84,000 രൂപ അടച്ചു അല്ലേ, നമുക്ക് ലഭിച്ച പൈസയെന്ന്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ ബിജി സിസ്റ്റർ സംസാരിക്കും. ദയവായിട്ട് കേൾക്കണേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതാണ് ഉണ്ണിരാജ് പാസ്റ്റർ. അദ്ദേഹം ഇപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വശം തളർന്നു പോയി. ആ കൈയൊക്കെ മടങ്ങിയിരിക്കുന്നത് കാണാമല്ല. ആ കൈയൊക്കെ തളർന്നു പോയി. ഒരു അയൽവക്കത്തെ വീടുകളിലൊക്കെ പോയിട്ടാണ് ഈ ദേവദാസി കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷെ ഇപ്പോൾ ദേവദാസിക്കും പെട്ടെന്ന് എല്ലാ പ്രയാസങ്ങൾ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ദേവദാസി പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കണേ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് വിജി. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മോളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമായിട്ട് ഞാൻ വളരെ ഭാരപ്പെട്ടു. കുഞ്ഞിനെ എങ്ങനെ പഠിപ്പിക്കും എന്നുള്ള ഒരു വലിയ ആശങ്ക എൻ്റെ മുൻപിലുണ്ടായിരുന്നു. കാരണം സാമ്പത്തികമായി ഞാൻ വളരെ ഞെരുക്കത്തിൻ്റെ അനുഭവത്തിൽ പോയി. ആരും സഹായിക്കാനില്ലാതെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം പാതി വഴിയിൽ നിന്ന് പോകുന്നുള്ളൊരാശങ്കയായിരുന്നു എനിക്ക്. എന്നാൽ ആ സമയത്ത് കർത്താവിൻ്റെ ദാസൻ സജി പാസ്റ്റർ വിളിക്കുകയും വളരെ ബന്ധപ്പാടുകളുടെ നടുവിൽ കർത്താവിൻ്റെ ദാസൻ വന്നു. മോളുടെ കാര്യം പറഞ്ഞൊരു വീഡിയോ ഇട്ടു. എല്ലാ ദൈവമക്കളും അവൻ്റെ കഴിവിൻ്റെ പരമാവധി എന്നെ സഹായിച്ചു. എൻ്റെ മോളുടെ ഫീസ് 4,84,000 രൂപ അടയ്ക്കുവാൻ തക്കവണ്ണം ഓരോരുത്തരെയും കരുത്ത് ദൈവം ബലപ്പെടുത്തി. അത് വിശ്വസതയോടെ തന്നെ കർത്താവിൻ്റെ ദാസൻ്റെ അറിവോടുകൂടെ തന്നെ അത് കൈകാര്യം ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. മോളുടെ മൊത്തം ഫീസും അടച്ചു. ബാലൻസ് വന്ന കുറച്ച് തുകയുണ്ടായിരുന്നു. എനിക്ക് 6 ലക്ഷം രൂപയോളം കടമുള്ളതായിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ. അതിൽ കുറച്ച് അത്യാവശ്യം എനിക്ക് നിക്കക്കള്ളിയില്ല എന്ന് തോന്നിയ ചില വിഷയങ്ങൾ പരിഹരിക്കാൻ തക്കവണ്ണിടയായി. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കണ്ണിന് ഭയങ്കരമായ ചൊറിച്ചിലും കണ്ണ് ഇത്രയും ഭാഗം കളറ് മാറി ആ നീരടിച്ച് കുറച്ച് ദിവസം വല്ലാത്ത പ്രയാസം അനുഭവപ്പെട്ടു. അങ്ങനെ ഞാനിവിടെ അടുത്തൊരു ഐ ക്ലിനിക്കിൽ പോയി. കണ്ണട വയ്ക്കാത്തതിൻ്റെ കുഴപ്പമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ പോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണിന് തിമിരമാണ്, ഇതൊത്തിരി കൂടിപ്പോയി, ഇവിടെ സൈറ്റ് മൊത്തം എററായിട്ടാണ് ഇപ്പോൾ കാണുന്നത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഓപ്പറേഷൻ അല്ലാതെ ഇനി ഒരു മാർഗ്ഗമില്ല, കണ്ണട വെച്ചാൽ നിങ്ങൾക്ക് അത് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഓപ്പറേഷൻ ഇല്ലാത്തത് കൊണ്ട് പുനലൂർ ശങ്കേഴ്സിൽ കൊണ്ടുപോയി കാണിച്ചു. അവിടെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 കണ്ണിനും തിമിരമുണ്ട്, വലത്തെ കണ്ണിലും നല്ലപോലെ തിമിരമുണ്ട്, 2 കണ്ണും ഓപ്പറേഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. ഓപ്പറേഷൻ ചെയ്താൽ ഇനി കണ്ണട കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കണ്ണിനകത്ത് ലെൻസ് വെച്ചെങ്കിൽ മാത്രമേ കാഴ്ചശക്തി നല്ലപോലെ കിട്ടത്തുള്ളൂ. അപ്പോൾ 2 കണ്ണ് മാറി മാറി എനിക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടതുണ്ട്. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ഞാൻ ഓരോ വീടുകളിൽ ചെന്ന് ജോലി ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും അത് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എൻ്റെ മുൻപിലുള്ളത്. എൻ്റെ ബാങ്കിലെ ബാലൻസ് ഒക്കെ കർത്താവിൻ്റെ ദാസന് ഞാൻ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബാലൻസ് ഉള്ളത് 4,000 ചില്ലാൻ രൂപ മാത്രമേ ഉള്ളൂ. ബാലൻസ് ഉള്ളത് 3,459 രൂപയുണ്ട്. 3,459 രൂപ ബാലൻസ് ഉള്ളൂ. അതെ. തുടർന്ന് എനിക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദിവസത്തിൽ തളർന്നു പോകാതെന്നത് ദൈവം ഞങ്ങളെ കുടുംബമായി സഹായിക്കേണ്ടതിന് എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. എന്നെ സഹായിച്ച ഓരോ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ദൈവം ധാരാളമായി എല്ലാ കാര്യത്തെയും ദൈവം അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഞാൻ എല്ലാവരെയും ഓർത്ത് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. തുടർന്ന് ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാമെന്ന് ഈ സമയം ഞാൻ ഓർപ്പിക്കുന്നു.
ഇവർക്ക് ഇപ്പോൾ പാസ്റ്റർ ഇപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പാസ്റ്റർക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നെങ്കിലേ പറ്റുകയുള്ളൂ. മാത്രമല്ല ഇവരൊരു പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ സ്ഥലമാണോ അത്? അതെ അതെ. പഞ്ചായത്തിൽ നിന്ന് സ്ഥലം കിട്ടി. ആ വീട് പണിയൊന്നും ആയിട്ടില്ല. പഞ്ചായത്തിൽ നിന്ന് വീട് പണിയാൻ എത്ര തന്നായിരുന്നു? 4 ലക്ഷം രൂപ പഞ്ചായത്തിൽ നിന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീട് പണിത് വാർപ്പ് കഴിഞ്ഞ് തേപ്പും കഴിഞ്ഞ് ഇനി ബാക്കി ടൈലും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പണി തീർന്നിട്ടില്ല. നമുക്ക് പഞ്ചായത്തിൽ നിന്ന് വരുന്ന പൈസ കൊണ്ട് മാത്രം ഇന്നത്തെ കാലത്തൊരു വീട് പണി 4 ലക്ഷം രൂപ കൊണ്ടൊന്നും തീരില്ല. എന്തായാലും ശരി, അവരുടെ വീട് പണി ഇനി തീരാൻ കിടക്കുകയാണ്. ഇത് വാടകയ്ക്കാണ് താമസിക്കുന്നത്. പ്രത്യേകം അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രത്യേകമായി 6,14,000 രൂപ ഈ കുടുംബത്തിന് വേണ്ടി അയച്ചു കൊടുത്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇവർ പൈസ കിട്ടിയ ആ സമയങ്ങളിലൊക്കെ എന്നെ വിളിച്ചു പറയുകയും എൻ്റെ അനുവാദപ്രകാരമാണ് അവർ പൈസ എടുത്തത്. അനുവാദപ്രകാരം എന്ന് പറഞ്ഞാൽ നമ്മൾ സഹായിക്കുന്ന ഓരോരുത്തരെയും ഞാൻ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. നമ്മൾ കൊടുക്കുന്ന പൈസ അവർ കൃത്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്, അത് ആ ആവശ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയും ഞാൻ അവർ ആ കാര്യത്തിലൊക്കെ ഫോളോ അപ്പ് ചെയ്തപ്പോൾ അവർ നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്താത്ത നിലയിൽ വളരെ സത്യസന്ധമായിട്ടാണ് അവർ ആ കാര്യങ്ങളെല്ലാം ഇടപെട്ടത്. എന്തായാലും കുഞ്ഞിൻ്റെ ഫീസ് കംപ്ലീറ്റ് അടച്ചു. ഇതിന് സഹായിച്ച ഒത്തിരി പേർക്ക് നന്ദിയുണ്ട്.